ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് സ്നാക്ക്മെൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഹെൽത്തി സ്നാക്സ് ആണ്. ഞാനിപ്പോൾ കുറച്ച് ഹെൽത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 2 കുട്ടികൾ കഴിഞ്ഞപ്പോൾ നല്ല തടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറയ്ക്കണം. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ടൊരു ആഡാണ് സ്നാക്ക്മെലിന്റെ. സോ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചു. ഇതെന്ന് പറഞ്ഞാൽ 599 ഒരു ബോക്സും പ്ലസ് ഒരു ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു പ്രൊഡക്റ്റ് 1 rupees, പിന്നെ എക്സ്ട്രാ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ 35 വെച്ചിട്ട് അങ്ങനെ 3 എക്സ്ട്രാ. ആക്ച്വലി 1 രൂപയുടെ ഒരെണ്ണം, 1 രൂപയുടെ ഒരെണ്ണം, 2 35 രൂപ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് 100 ഷിപ്പിങ്ങും, പിന്നെ എന്തോ ഒരു ഡിസ്കൗണ്ട് 82 സംതിങ് ഡിസ്കൗണ്ടും, പിന്നെ 600 സംതിങ് ഞാൻ പേ ചെയ്തു ഈ ഒരു ബോക്സിന്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇന്ന് നമ്മുടെ കൂടെ ഒരാളുണ്ട്. ശല്യം ചെയ്യാന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഈ ആളാണ് കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പം അമ്മയുടെ കൂടെ എന്ത് ചെയ്യുന്നത്? ഇന്ന് അമ്മയുടെ കൂടെ കുട്ടി സ്നാക്സ് ടേസ്റ്റ് ചെയ്യുന്നത് കാണും. അപ്പോൾ കുട്ടി ഇവിടെ നമുക്ക് നോക്കാം. ശബ്ദങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അത് അവളാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പാക്കേജിങ് വന്നേ. നല്ല സൂപ്പർബായിട്ടുള്ള പാക്കേജിങ് ആണ്. കുറച്ച് അവരുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് അവർ. ഞാൻ ജസ്റ്റ് പൊട്ടിച്ച് നോക്കിട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ തിന്നും, പിന്നെ വീഡിയോ ചെയ്യാൻ ഉണ്ടാവില്ല. കുറച്ച് സ്റ്റിക്കേഴ്സ് തന്നിട്ടുണ്ട് അവർ. ഇതിൽ ഫുൾ സ്നാക്സ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പിടിച്ചു വരാം. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഇതിലുള്ളത് കീൻവ പഫ്സ് ആണ്. ദഹി പാപ്പടി ചാട്ട് എനിക്ക് ഇഷ്ടമാണ്. സോ ഇതിൽ ഭയങ്കര കൺവീനിയന്റ് ആയിട്ടുള്ള പാക്കേജിങ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ മുഴുവനായിട്ട് പറിച്ചു കളയണ്ട. കീറുള്ള ഒരു സ്പേസ് തരുന്നുണ്ട്. പിന്നെ ഈ ഒരു മറ്റേ ഒട്ടിക്കണ സാധനം ഉണ്ടല്ലോ, നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ചു വെക്കാം, ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഒട്ടിച്ചേക്കാം. അങ്ങനെ ഒരു ബെനിഫിറ്റ് വരുന്നുണ്ട്. നമ്മുടെ ചീറ്റോസില്ലേ, അതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലാണ്. നമ്മുടെ ചീറ്റോസ് തന്നെ, ബട്ട് ഇച്ചിരി മസാല ഉണ്ടെന്നുള്ളൂ. ചീറ്റോസിൽ ഇച്ചിരി മസാല ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. രസമുണ്ട്, എനിക്ക് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSG ഇല്ല, പാം ഓയിലൊന്നും ഇല്ല എന്ന് പറയുന്നത്. ഭയങ്കര ഹെൽത്തിയാന്ന് പറയുന്നുണ്ട്. പ്രോട്ടീൻ റിച്ച് ഡെഫിനറ്റ്ലി വെയിറ്റ് കുറയ്ക്കുന്ന ആൾക്കാർക്ക് ഫില്ലിംഗ് ആയിരിക്കും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊക്കെ ഇഷ്ടമായി. നെക്സ്റ്റ് വരുന്നത് മക്കി ചിപ്സ് എന്ന് പറഞ്ഞിട്ടാണ്. റോസ്റ്റഡ് ആണ്. ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ലോ കൊളസ്ട്രോൾ ആണെന്ന് പറയുന്നുണ്ട്. നോ ട്രാൻസ് ഫാറ്റ്, നോ പാം ഓയിൽ അഗെയിൻ. അപ്പം ഇത് നമുക്ക് ഇത് കണ്ടോ, ഇങ്ങനെ കുഞ്ഞി ചിപ്സ് ആണ് വരുന്നത്. ചെറുത്താണ്. കുഴപ്പമില്ല, അത്ര വലിയ രസമൊന്നും അറിയാമൊന്നുമില്ല. എനിക്ക് എന്ത് ടേസ്റ്റ് വരും എന്ന് പറഞ്ഞാൽ, നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വറുത്തിട്ട് മുഴുവനായിട്ട് ഞങ്ങൾ വറുക്കാണ്ട് ബാറ്റർ അങ്ങനെ റോ ആയിട്ട് കിടക്കില്ല, ആ ഒരു ആഫ്റ്റർ ടേസ്റ്റ് വരുന്നുണ്ട്. മസാല രസമുണ്ട്, ബട്ട് ആ ഒരു ആഫ്റ്റർ ടേസ്റ്റ് കാരണം വലിയ ഇഷ്ടമായില്ല. കുഴപ്പമില്ല, ബട്ട് അത്രയ്ക്ക് ഇഷ്ടമായില്ല കേട്ടോ. നെക്സ്റ്റ് മൾട്ടിഗ്രെയിൻ ചിപ്സ് ആണ്. സവർ ക്രീം ആൻഡ് ഓനിയൻ. വലിയ ഇഷ്ടമില്ലാത്ത ഫ്ലേവറാണ്. നമുക്ക് നോക്കാം. ഞാൻ എനിക്ക് ഇഷ്ടമില്ല സവർ ക്രീം ആൻഡ് ഓനിയൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ, ലേസിലൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ സെയിം ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടമില്ല. പ്രോഡക്റ്റ് കാണിച്ചു തരാം ഞാൻ എങ്ങനെയുണ്ടെന്ന്. ഫുള്ളായിട്ടുള്ളതുണ്ട്, ഒക്കെ പൊട്ടിയിട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. സവർ ക്രീം ആൻഡ് ഓനിയൻ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമാവും കേട്ടോ. എനിക്ക് ഇഷ്ടമായില്ല. നെക്സ്റ്റ് നമുക്ക് റാഗി സ്റ്റിക്സ് നോക്കാം. റാഗിയാണ്. പിന്നെ സ്പൈസി ഗാർലിക് ആണ് കേട്ടോ ഫ്ലേവർ വരുന്നത്. അഗൈൻ 0 കൊളസ്ട്രോൾ, റിച്ച് ഇൻ ഡയറ്ററി ഫൈബർ, നോ പാം ഓയിൽ, 0 ട്രാൻസ് ഫാറ്റ്, അതൊക്കെ എല്ലാത്തിലും വരുന്നുണ്ട്. നല്ല മണം. ഈ ഗാർലിക്കിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമുണ്ട്, കാണാനും നല്ല രസമുണ്ട്, നല്ല മണം. ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മസാലയുടെ ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീറ്റോസിന്റെ ടെക്സ്ചർ തന്നെയാണ്, ബട്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഫോമിലാണ്.
നല്ല രസമുണ്ട്. നല്ല ഇഷ്ടമായി. നല്ല ചട്നി, ഒരു ചട്നിയിലൊക്കെ ഒരു ടേസ്റ്റാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇനി കുഞ്ഞു കുഞ്ഞു പാക്കാണ്. അപ്പോൾ ഇത് വലിയ പാക്കാണ്. ഇതിൽ 40 grams വരുന്നുണ്ട്. ഇതിൽ പ്രൈസ് 45 rupees ആണ് ഒരെണ്ണത്തിന് വരുന്നത് കേട്ടോ. അത്യാവശ്യം പ്രൈസി ആണ് നമ്മൾ ബാക്കിയുള്ള സ്നാക്സ് വെച്ച് നോക്കുമ്പോൾ. ബട്ട് ഹെൽത്തി സ്നാക്സ് എപ്പോഴും ഇച്ചിരി പ്രൈസി ആണല്ലോ. സോ അതുണ്ട്. 40 ഗ്രാമിന് 45 rupees. എല്ലാം അങ്ങനെ തന്നെയാണ്. സോ ഡിഫറെൻറ്റ് ആണ് കേട്ടോ. ഞാൻ പ്രൈസും പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് കീൻവ പഫ് ദഹി പാപ്പടി ചാട്ട്. അത് ഞാൻ ട്രൈ ചെയ്തത് ഫസ്റ്റ്. അത് 35 ഗ്രാമിന് 60 രൂപ. പിന്നെ ട്രൈ ചെയ്തത് മക്കി ചിപ്സ് ആണ്. അത് 75 ഗ്രാമിന് 50 രൂപ. പിന്നെ രാഗി പിന്നെ ട്രൈ ചെയ്തത് സവർ ക്രീം ആൻഡ് ഓണിയൻ ആണ്. 40 ഗ്രാമിന് 45 രൂപയാണ്. പിന്നെ രാഗി ചിപ്സ് ആണ്. അത് 40 ഗ്രാമിന് 45 rupees ആണ് കേട്ടോ വരുന്നത്. ആ വലിയ ചിപ്സിന്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി വരുന്നത് ചെറിയ ചിപ്സ് ആണ്. അപ്പോൾ ഇതാണ് പാക്കേജിങ് വരുന്നത്. ഇത് കുറച്ചേ ഉള്ളൂ പ്രൊഡക്റ്റ്. ഇത് പ്രൈസ് ഇതിൽ എഴുതിയിട്ടില്ല കേട്ടോ. MRP എഴുതിയിട്ടില്ല. എല്ലാത്തിലും അങ്ങനെയാണ്. MRP എഴുതിയിട്ടില്ല. അപ്പോൾ ട്രയൽ പാക്കിൽ വരുന്നതാവാൻ വഴി. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത് കീൻവ പഫ് തന്നെയാണ് നമ്മൾ ആദ്യം ട്രൈ ചെയ്തില്ലേ, കീൻവ പഫ്സ്. ബട്ട് ഇത് ദഹി പാപ്പടി ചാട്ടാണ്. ഇത് സിറാച്ച ആണ്. നല്ല മണമുണ്ട്. മണം മാത്രമുള്ള രസമില്ല. ഒരു ആഫ്റ്റർ ടേസ്റ്റ് നിൽക്കുന്നുണ്ട്. എനിക്കിഷ്ടമായില്ല കേട്ടോ. രസമില്ല. നെക്സ്റ്റ് രാഗി സ്റ്റിക്സ് തന്നെയാണ്. അപ്പോൾ ഇത് ഓൾറെഡി സെയിം പ്രോഡക്റ്റ് ആണ്. സ്പൈസി ഗാർലിക് തന്നെയാണ് രണ്ടും. ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഒരു രാഗി സ്റ്റിക്സും കൂടി വന്നിട്ടുണ്ട്. ഇത് അച്ചാറി മസാലയാണ്. അപ്പം നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അച്ചാർ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ നല്ലതായിരിക്കും വിചാരിക്കണം. നല്ല അച്ചാറിൻ്റെ മണം. അപ്പോൾ ഇത് ഉണ്ടോ ഇങ്ങനെ വരുന്നത്. ഇതിൽ 20 grams വരുന്നുണ്ട് കേട്ടോ. അച്ചാർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് നല്ല ഇഷ്ടമായി. നെക്സ്റ്റ് വരുന്നത് കീൻവ പപ്സ് ആണ്. ഇത് ചീസി ഹലപ്പീനിയോ ആണ്. നല്ല മിളകിൻ്റെ മണം. ഇതിൽ 15 gram ആണ് കേട്ടോ ഉള്ളത്. ഒരു 5, 6, 7 അത്ര. നമ്മുടെ ചീറ്റോസിന്റെ ആ ഒരു ടെക്സ്ചറും ഫീലും അത് തന്നെയാണ് കേട്ടോ. പക്ഷെ അത്ര സോഫ്റ്റ് അല്ല, അത് ഇച്ചിരി ഹാർഡാണ്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടാവില്ല. ബട്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നല്ല രസമുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ വായിൽ അങ്ങനെ പൊട്ട ടേസ്റ്റ് വരില്ല. അതായത് നല്ല ടേസ്റ്റ് തന്നെയാണ്. കഴിഞ്ഞ് പോകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി എരിവുണ്ട്. അത്രയധികം എരിവൊന്നുമില്ല. ചെറിയ ലൈറ്റ് ആയിട്ട് ഒരു എരിവുണ്ട്. പക്ഷേ ചീസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഹലോപ്പീനിയോനെ ഒന്ന് മാസ്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് നല്ലതാണ്. കിൻവ പഫ്സ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹലോപ്പീനിയോ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നെക്സ്റ്റ് മിനി സമോസാസ് ആണ്. സമോസ എൻ്റെ ഫേവറേറ്റ് ആണ്. സ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ സമോസാസ്. പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ട് പീസ ഒക്കെ ഇട്ടിട്ട് സൂപ്പർ. സോ ഇത് രസമുണ്ടാവും വിചാരിക്കുന്നു. ഇത് മിനി സമോസാസ് ബേക്ക്ഡ് ആണ്. നോ മൈദ, സോഴ്സ് ഓഫ് പ്രോട്ടീൻ, നോ റിഫൈൻഡ് ഫ്ലവർ, നോ പാം ഓയിൽ, അങ്ങനെയൊക്കെ ഇതിൽ പ്രൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 50 ഗ്രാമിൻ്റെ 60 രൂപയാണ്. ഇവിടെ വെള്ളം ഇറക്കുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഇതിലൊരു 5 എണ്ണം വന്നിട്ടുണ്ടാവും കഷ്ടിച്ചിട്ട്. ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. നമ്മുടെ സമോസ തന്നെ, വലിയ സമോസയുടെ കുഞ്ഞ് സമോസ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ ട്രൈ ചെയ്യുന്നത്. ആക്ച്വലി ഇത് ഞാൻ ഈ ടേസ്റ്റ് എവിടെയും കണ്ടു മറന്നൊരു ടേസ്റ്റ്. എനിക്ക് ഇഷ്ടമായി. ബട്ട് ആ സമോസയുടെ പോലത്തെ ടേസ്റ്റ് ഒന്നുമില്ല. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒന്നുണ്ട്. നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു പൊടി പോലത്തെ ഒരു ഫില്ലിംഗ് ആയിട്ടുള്ള വരുന്ന ആ ഒരു ടേസ്റ്റാണ്.
ഇതിൽ മധുരമാണോ എന്ന് ചോദിച്ചാൽ മധുരമല്ല, മധുരമുണ്ട്. ഇതിൽ മധുരം വരുന്നുണ്ട്, എരിവ് വരുന്നുണ്ട്. മധുരം ആദ്യം വരും, പിന്നെ എരിവ് പിന്നാലെ വരും. രസമുണ്ട്. ബട്ട് 60 രൂപയ്ക്ക് 5 6 കണ്ട് വരുന്നുള്ളൂ. വേർത്തിട്ടാണെന്ന് ചോദിച്ചാൽ അല്ല. ബട്ട് ഹെൽത്തി ആണെങ്കിൽ സമോസ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഗുഡ്. ബട്ട് സമോസയുടെ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു സ്നാക്ക് എന്നുള്ള രീതിയിൽ കഴിക്കാം, അത്രേ ഉള്ളൂ. ആ സമോസ തിന്നണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നൊരു കാര്യമില്ല. നെക്സ്റ്റ് ജവാർ പഫ് ആണ്. അപ്പൊ ഇതിലൊന്നും ഇല്ലാത്തൊരു വേറെ സാധനം, ജവാർ പഫ്സ്. നാച്ചോ ചീസ് ഫ്ലേവർ ആണ് വരുന്നത്. ഇതിൽ അത്യാവശ്യം കുറച്ച് വരുന്നുണ്ട്. ഇത് 15 ഗ്രാമാണ്. ഇങ്ങനെയാണ് കേട്ടോ. അതൊരു വേറെ രീതിയിലുള്ളതാണ്. ഇതും ആ ഒരു ചീറ്റോസിന്റെ ആ ഒരു ലുക്കല്ല, ബട്ട് ആ ചീറ്റോസിന്റെ ആ ഒരു ടെക്സ്ചർ തന്നെയാണ് വരുന്നത്. ഇതെന്തോ അത് രസമില്ല. നമ്മുടെ പൊരിയില്ലേ, പൊരിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് തിന്നണ പോലെ ഉണ്ട്. ഇഷ്ടമായില്ല, ഒരു ഫ്ലേവറും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, സോ ഇനിയുള്ളത് ഈ രാഗി ചിപ്സ് ആണ്, ഹലോപ്പീനിയോ ഫ്ലേവറിൽ. ഹലോപ്പീനിയോയുടെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വേറൊരു ലുക്കിലാണ് കേട്ടോ. നമ്മുടെ മുറുക്കിന്റെ പോലെ ഇല്ലേ. ഇത് ആദ്യം നമ്മൾ കഴിക്കുമ്പോൾ ഇഷ്ടാവില്ല, ബട്ട് ആ ഒരു ടേസ്റ്റ് മയം നിൽക്കണ അങ്ങനെ കഴിച്ചോണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സാധനമാണ്. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായിട്ടോ. നല്ല സ്നാക്കിങ്ങിന് പറ്റിയൊരു സാധനമാണ്. ലാസ്റ്റ് ഇതിൽ വരുന്നത് മൾട്ടിഗ്രെയിൻ ചിപ്സ് ആണ്, സവർ ക്രീം ആൻഡ് ഓണിയൻ. നോക്കട്ടെ ഏതാണ് സവർ ക്രീം നമ്മൾ ട്രൈ ചെയ്തത്. ഇതന്നെ ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തത് കേട്ടോ. മൾട്ടിഗ്രെയിൻ ചിപ്സ് എനിക്ക് ഇഷ്ടമായിട്ടില്ല, അത് വേസ്റ്റ്. ഇനി ഇങ്ങനൊരു 3 പാക്കറ്റ് വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു വേറെ രീതിയിലുള്ള പാക്കറ്റ്സ്, നമ്മുടെ ലേസ് ഒക്കെ വരുന്ന പാക്കറ്റ് പോലത്തെ പാക്കറ്റ് വരുന്നുണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ വരുന്നത് റാഗി ചിപ്സ്, പെരി പെരി ഫ്ലേവറിലുള്ള റാഗി ചിപ്സ് ആണ്. ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പൊട്ടി, ബട്ട് അതേ റാഗി ചിപ്സ് പോലെ തന്നെയാണ്, ബട്ട് ഇത് പെരി പെരി ഫ്ലേവർ ആണ്. എനിക്ക് ഹലോപ്പേനിയോ ആണ് കേട്ടോ ഇഷ്ടമായത്. റാഗി ചിപ്സിൽ പെരി പെരി രസമില്ല, ഒരു ഫ്ലേവറും ഇല്ല. ചെറിയൊരു ഉപ്പിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ഫ്ലവറോ നമ്മളെന്തോ കുക്ക് ചെയ്യാത്ത ഒരു, നമ്മൾ മൈദയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് വരില്ല, ആ ടേസ്റ്റ് വരുന്നു. അത് വേണ്ട. പിന്നെ ജവാർ പഫ്സ് ആണ് ഞാൻ ട്രൈ ചെയ്തത്. എനിക്ക് ഇഷ്ടമായിട്ട് വന്ന ജവാർ പഫ്സ്, അതും നാച്ചോ ചീസ് സെയിം ആണ്. ഞാൻ തുറക്കുന്നില്ല, എനിക്ക് ഇഷ്ടമായില്ല. ലാസ്റ്റ് ബനാന ചിപ്സ് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ബനാന ചിപ്സ് കിട്ടിയിട്ടൊരു കാര്യമില്ല, നമ്മുടെ നാട്ടിൽ നല്ല ബനാന ചിപ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്തൊക്കെ നമുക്ക് ശരിക്കും പറയാൻ പറ്റുമോ. നമ്മുടെ നാട്ടിലത്തെ ബനാന ചിപ്സ്, ബട്ട് ഭയങ്കര തിന്നായിട്ടുള്ള സ്ലൈസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇച്ചിരി കട്ടിയില വരിക, ഭയങ്കര തിന്നാണ് വന്ന് അപ്പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള. അഫ്കോഴ്സ് നമ്മുടെ സ്നാക്ക് ആണെന്നുള്ളതാണ്. നെക്സ്റ്റ് ഇതിൽ വരുന്നത് ഒരു ആൽമണ്ട് കുക്കീസും ചോക്ലേറ്റ് ഡിപ്പാണ് കേട്ടോ വരുന്നത്. ചോക്ലേറ്റ് ഡിപ്പ് പ്ലസ് ബിസ്ക്കറ്റ് സ്റ്റിക്സ്. കുഞ്ഞുകുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഇങ്ങനത്തെ ഒരു ഇതാണ് വരുന്നത്. സ്ലൈഡ് ചെയ്ത് കൊടുക്കുന്ന പാക്കറ്റിനാണ് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരാൾക്ക് ഞാൻ തിന്നണ് കണ്ടിട്ട് സഹിക്കാൻ വയ്യ. ഇപ്പോൾ കൊടുക്കാറായിട്ടില്ല, ഒരു 1 ഇയറെങ്കിലാവണം ഇങ്ങനെയൊക്കെ കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത്. ഇതും വരുന്നുണ്ട്, ഡിപ്സും വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പണ്ട് കഴിച്ചിരുന്നൊരു ബിസ്ക്കറ്റില്ലേ, അതേപോലെ മുക്കാനും കൂടി വന്നിരുന്നത്, ആ ബിസ്ക്കറ്റിൻ്റെ അത്. ഇതും ചോക്ലേറ്റ് ഭയങ്കര കട്ടിയാണ് കേട്ടോ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചോക്ലേറ്റ്. ഇത് ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. ഇതിൽ പാം ഓയിൽ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിൽ എഡിബിൾ വെജിറ്റബിൾ ഓയിൽ, പാം ഓയിൽ, വെജിറ്റബിൾ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കുന്നത് പാം ഓയിലാണ്. ബ്രാക്കറ്റിൽ ജാഗറി ആണ്. പിന്നെ എന്തിട്ട് എഴുതി എനിക്കറിയില്ല. മിൽക്ക് സോളിഡ്സ് വരുന്നുണ്ട്, കൊക്കോ സോളിഡ്സ്. ഏറ്റവും ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് വരുന്ന തന്നെ എഡിബിൾ വെജിറ്റബിൾ ഓയിൽ എന്ന് പറഞ്ഞിട്ട് പാം ഓയിലാണ് ഇട്ടേക്കുന്നത്.
സോ അത്ര ഹെൽത്തി ആണോ എന്ന് പറയാൻ പറ്റില്ല. ഹെൽത്തി ആയിരിക്കാം, ബട്ട് നല്ലതാണോ അറിയില്ല. സോ അത് ബട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചോക്ലേറ്റ് അത്ര വലിയ ടേസ്റ്റ് ഇല്ല, എന്നാലും ചോക്ലേറ്റ് ക്രേവിങ്സിനൊക്കെ വേണമെങ്കിൽ ഓക്കെയാണ്. നെക്സ്റ്റ് ആൽമണ്ട് കുക്കീസ്. നമുക്ക് കുക്കീസ് ട്രൈ ചെയ്ത് നോക്കാം. ഇത് 85 രൂപയാണ് 70 ഗ്രാമിന്റെ പാക്കിന്. ഇതാണ് കുക്കീസ് വരുന്നത്. കുഞ്ഞു കുഞ്ഞു കുക്കീസ് ആണ് കേട്ടോ. കുഴപ്പമില്ല, നന്നാലും നമ്മുടെ ബിസ്ക്കറ്റിന്റെ അത്ര വരില്ല. ചെറിയൊരു ആഫ്റ്റർ ടേസ്റ്റ് വരുന്നു, എനിക്ക് ഇഷ്ടമായില്ല. കുഴപ്പമില്ല. അപ്പോ അത്രേ ഉള്ളൂ. അപ്പൊ അതൊക്കെയാണ് എല്ലാ പ്രോഡക്ട്സും വന്നേക്കണേ. ഞാൻ അതിൽ തന്നെ ഫേവറേറ്റ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കി വാങ്ങിക്കും. സ്പൈസി ഗാർലിക് സ്റ്റിക്സ് നല്ലതാണ്. മിനി സമോസ വലിയ കുഴപ്പമില്ല. രാഗി സ്റ്റിക്സ്, അച്ചാരി മസാല ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ബേസിക്കലി റാഗി എന്ന് വരുന്ന സാധനങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല. ഈ മസാല, അച്ചാറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ മുന്നേ ബ്രാൻഡിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ക്വീൻവ പഫ്സിൽ തന്നെ വേറെ കുറച്ച് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ രസമുണ്ടായിരുന്നു. ഇത് എനിക്ക് വലിയ ഇഷ്ടമായില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ പാലറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമാവും. ഓരോ പാലറ്റിന് ഓരോ തരാണല്ലോ. പിന്നെ ഒന്നുകൂടി നോർത്ത് ഇന്ത്യൻ ഫുഡ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. ചാട്ട് അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ, ഭേൽപൂരി, പാനിപൂരി അങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സെക്ഷൻ നല്ലതാണ്. പിന്നെ ചോക്ലേറ്റ്സിനൊക്കെ ആൾട്ടർനേറ്റീവ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അതിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ കൊച്ചു റിവ്യൂ വരുന്നത്. എനിക്ക് എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ എനിക്കങ്ങനെ എന്താ വെച്ചാൽ എനിക്ക് സ്നാക്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ സ്നാക്സ് ഇല്ലാണ്ട് വെയിറ്റ് കുറയ്ക്കാൻ നോ വേ. കുറയില്ല. കാരണം സ്നാക്സ് എനിക്ക് 5 മണി, 4 മണി, 3 മണി, 5 മണി ആകുമ്പോൾ എന്തെങ്കിലും കിട്ടണം, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ സ്നാക്സ് എനിക്ക് നോക്കുമ്പോൾ ഹെൽത്തി സ്നാക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് വലിയ കുഴപ്പമില്ല. കാരണം അല്ലെങ്കിൽ ഞാൻ ചപ്പനാവുന്നില്ല. അപ്പോൾ അതിലും നല്ല രീതിയിൽ വല്ലതും പുറത്ത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. ഞാനിപ്പോൾ ഫ്ലേവർ എനിക്ക് വലിയ കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ ഓക്കാനിക്കാന്ന് വന്നിട്ടൊന്നും അങ്ങനെ ഇല്ല, അങ്ങനെ കാര്യമായിട്ടില്ല. 1-2 വലിയ ഇഷ്ടമാവാത്തുണ്ട്. ബാക്കിയെല്ലാം എനിക്ക് വലിയ കുഴപ്പമില്ല. തിന്നും, ഞാൻ അതിൽ നിന്ന് തിന്നും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓരോ പാക്കറ്റൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഓരോ ദിവസം തിന്നു വരാം. ബട്ട് സ്റ്റിൽ ഹെൽത്തി ആണല്ലോ, ഹെൽത്തി ഓപ്ഷൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഹെൽത്തി എന്ന് വെച്ചിട്ട് ഇത് മാത്രം നമുക്ക് കാര്യം ഹെൽത്തി ഓപ്ഷൻ ആണെന്നുള്ളൂ, ഹെൽത്തിയർ ഓപ്ഷൻ ആണ്, ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ അൺബോക്സിങ്/റിവ്യൂ. ഇതെടുത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അതെടുത്ത് തിന്നും, പിന്നെ വീഡിയോ എടുക്കലുണ്ടാവില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചെന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചു കൊടുക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ബെൽ ബട്ടൺ വരുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. പിന്നെന്താ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഞാൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. ഒന്നും തന്നില്ലേ അമ്മ? ഒന്നും തന്നില്ലേ ഇതിന്? പാപ്പ ഇരിക്കട്ടെ അടിയില്. വേണ പാപ്പ വേണ? എന്ത് പാപ്പ വേണ്ട? ഇതിലേത് വേണ്ട? ഒന്നും തരൂല. വലുതാവട്ടെ കേട്ടാ. മതി അമ്മയ്ക്ക്. ലിറ്റിക്ക്. ബൈ.